കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയെ വാടക വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയിരിക്കുകയാണ് സുധീഷ്. കാറിൽ നിന്നിറങ്ങിയ നിധി നടക്കുന്നതിനിടയിൽ സംശയത്തോടെ കുറച്ചു സമയം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും സുധീഷിൻ്റെ അടുത്തെത്തിയ നിധി കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടുവാണ്. അപ്പോൾ സുധീഷ് ഗ്ലാസ് തുറന്ന് എന്താടോ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് നിധി തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്താടോ എനിക്ക് മനസ്സിലായില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഇല്ല ഒന്നുമില്ല, ഇയാൾ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇയാളുടെ വീട്ടുകാരും ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങളെ ആരെയും ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, താങ്ക്സ് എന്ന് നിധി പറയുമ്പോൾ താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബക്കാരുടെ തന്നെ ഒരു ശീല, അതിന് എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്, അതിന് താൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, താൻ പൊക്കോ എന്ന് സുധീഷ് പറയുമ്പോൾ സംശയത്തോടെ നിൽക്കുന്ന നിധിയോട് എന്താ ഞാൻ ബാഗ് പിടിക്കണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് നിധി പറയുമ്പോൾ അല്ല വീട് വരെ ഞാൻ കൂട്ടുവരണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നാ പറഞ്ഞിട്ടുള്ളത് എന്ന് നിധി മറുപടിയും പറയാണ്. അല്ല തൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടോ, ഞാൻ വേണമെങ്കിൽ ATM വരെ എന്ന് സുധീഷ് പറയുമ്പോൾ അയ്യോ വേണ്ട, എൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ട് എന്നും നിധിയും പറയുന്നുണ്ട്. എന്നാൽ ശരി താൻ പൊക്കോ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിധിയെ സുധീഷ് യാത്രയാക്കുമ്പോൾ കുറച്ചു നേരം നടന്നതിന് ശേഷം നിധി തിരിച്ച് കാറിലേക്ക് തന്നെ നോക്കുകയാണ്. കാറിലിരിക്കുന്ന സുധീഷ് നിധി തന്നെ നോക്കുന്നത് മിററിലൂടെ കാണുന്നുണ്ട്. ആഹാ, അപ്പം ഞാനൊന്നും പറയാത്തതിൽ ഇയാൾക്ക് വിഷമമുണ്ടല്ലേ, എന്തായാലും ഞാൻ നിന്റെ കൂടെ വന്നല്ലേ പറ്റൂ, തൽക്കാലത്തേക്ക് പോ എന്ന് സുധീഷ് ചിരിയോടെ മനസ്സിൽ പറയുന്നുണ്ട്. നീതി വാടക വീട്ടിലെത്തുമ്പോഴേക്കും ഒരു മിനിറ്റ്, ഇതാ കുട്ടി തന്ന ടോക്കൺ അഡ്വാൻസ് 5000 രൂപ എന്ന് പറഞ്ഞ് ഓണർ കാശ് നിധിക്ക് കൊടുക്കുന്നുണ്ട്. എന്താ സാർ ടോക്കൺ അഡ്വാൻസ് തിരിച്ചു തരുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ കുട്ടിക്കൊന്നും വിചാരിക്കരുത്, കുട്ടിക്ക് ഇവിടെ വാടകയ്ക്ക് വീടില്ല എന്ന് ഓണർ പറയാണ്. അതെന്താ സാർ, ഇന്നലെ വീടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിന്ന് വന്നത്, പിന്നെന്താ ഇത്ര പെട്ടെന്ന് വീടില്ല എന്ന് പറയുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ ഒറ്റയ്ക്കൊരു പെൺകുട്ടിക്ക് ഇവിടെ വാടകയ്ക്ക് വീട് കൊടുക്കണ്ട എന്നാ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവരുടെ അഭിപ്രായം, അതുകൊണ്ട് ഇവിടെ കുട്ടിക്ക് വീട് തരാൻ ഒരു നിർവാഹമില്ല എന്നയാൾ പറയുന്നുണ്ട്. സാർ ഞാൻ അവരോട് സംസാരിക്കാം സാർ, ഇന്നലെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വീട് തരില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ സംസാരിച്ചോളാം സാർ എന്ന് നിധി പറയുമ്പോൾ ആരോടും സംസാരിക്കുന്നില്ല, ഇന്നലെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തരില്ലെന്ന് പറഞ്ഞുകൂടാന്ന് നിയമമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുട്ടി ഇവിടുന്ന് പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് ടോക്കൺ തിരിച്ചു കൊടുത്ത് അയാൾ അകത്തേക്ക് കയറി പോവാണ്. സുധീഷ് അപ്പോഴേക്കും കാറിന് പുറത്തിറങ്ങി നിധിക്ക് വാടക വീട് കിട്ടാതിരിക്കാൻ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. വീട്ടിലെന്ന വിഷമത്തോടെ ദൈവങ്ങളെ നോക്കി പ്രാർത്ഥിച്ചതും അപ്പോൾ അവിടെ വാടക വീടിൻ്റെ പരസ്യമുള്ള പേപ്പർ കട്ടിങ് കണ്ടതും ആ വീട് അന്വേഷിച്ചു പോയി ഓണറെ കണ്ടപ്പോൾ അയാൾ നിങ്ങളാണോ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ വീട് നിങ്ങൾ വാടക കൊടുത്തോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട് ഞാനല്ലാതെ വേറെ ആരാ വാടക കൊടുക്കുന്നേ എന്നയാൾ ചോദിക്കുമ്പോൾ അല്ല ആർക്കാ വാടക കൊടുത്തതെന്നാ ചോദിച്ചത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. ആർക്ക് കൊടുത്താലും നിങ്ങൾക്ക് എന്താ എന്ന് ഓണർ ചോദിക്കുമ്പോൾ അല്ല ആ വാടകയ്ക്ക് എടുക്കാമെന്ന നിധിയുടെ ഭർത്താവാ ഞാൻ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഭർത്താവ് പുറത്താണെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്ന് ഓണർ പറയുമ്പോൾ ഞാൻ പുറത്തൊന്നുമല്ല, ഞാനിവിടെ വെള്ളയമ്പലത്താ എന്ന് സുധീഷും പറയുന്നുണ്ട്. വെള്ളയമ്പലത്തോ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണെന്നല്ലേ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ഓണർ പറയുമ്പോൾ അതെ, ആ റിലേറ്റീവാണ് ഞാൻ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇത്രയും കേട്ട് അയാൾ വിശ്വസിക്കാനാവാതെ നിൽക്കുമ്പോൾ സുധീഷ് ഫോൺ എടുത്ത് അവരുടെ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായോ, ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് അവൾ വാടക വീട് അന്വേഷിച്ച് വന്നത്, ഞങ്ങൾക്കിടയിലെ പ്രശ്നം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാം, അതിൻ്റെ ഇടയിൽ വന്ന് വീട് വാടകയ്ക്ക് കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നിന്നാലുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട കേട്ടോ എന്ന് സുധീഷ് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താടോ താൻ ഭീഷണിപ്പെടുത്താണോ എന്ന് ഓണർ ചോദിക്കുമ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അധികം സംസാരിക്കാനൊന്നും നിൽക്കാറില്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ അവൾക്ക് വാടകയ്ക്ക് വീടില്ല എന്ന് പറഞ്ഞ് അവളെ തിരിച്ചയക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അമ്മാതിരി കൈപ്പണിക്കൊന്നും നിൽക്കാതെ. നാളെ അവൾ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ ഇവിടെ അവൾക്ക് വീടില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചോണം എന്ന് സുധീഷ് പറയുമ്പോൾ അയ്യോ അതെങ്ങനെ പറ്റും, ഞാൻ അവളോട് അഡ്വാൻസ് വാങ്ങിപ്പോയില്ലേ എന്ന് ഓണറും പറയുന്നുണ്ട്. ഓഹോ, ഒരുമാതിരി നിഷ്കളങ്കനായ ഓണറായി അഭിനയിക്കല്ലേ, വാടകയ്ക്ക് ഒരു വീട് നോക്കാൻ തുടങ്ങി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് കിട്ടാതാവും, ബാച്ചിലേഴ്സിന് വീട് കൊടുക്കില്ല, വലിയ കുടുംബത്തിന് വീട് കൊടുക്കില്ല, ബീഫ് കഴിക്കുന്നവർക്ക് വീട് കൊടുക്കില്ല, മീഡിയക്കാർക്ക് വീട് കൊടുക്കില്ല, അങ്ങനെ എന്തൊക്കെ കാരണങ്ങളുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവളെ അങ്ങ് പറഞ്ഞു വിട്ടോണം, അല്ലാതെ സത്യസന്ധനായ ഹൗസ് ഓണറെ പോലെ ഒരുമാതിരി നാടകം കളിക്കാൻ നിന്നാലുണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അതെ, ഒരുപാട് ഭീഷണിയൊന്നും വേണ്ട, എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഈ നാട്ടിൽ പോലീസ് ഉണ്ടെന്ന് അയാളും പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ, എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് എടുക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയേ, പിന്നെ അടുത്ത മാസം വാടക വാങ്ങിക്കാനേ നിങ്ങളുടെ ഈ 2 കൈ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞാൽ കാണില്ല, ഞാൻ വെട്ടിയെടുക്കും. ഇത് കേട്ട് പേടിച്ച ഹൗസ് ഓണർ എന്തിനാ വെറുതെ, തുടക്കം മുതലേ ശരിയല്ല, ആദ്യം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് വീട് വാടകയ്ക്ക് ചോദിക്കുന്നു, പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു,
ഞങ്ങൾക്കിതൊന്നും ശീലമില്ല. ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്നതാ എന്നയാൾ പറയുമ്പോൾ, ഓഹോ, അപ്പൊ നിങ്ങൾക്കൊക്കെ കുടുംബം ഉണ്ടല്ലേ, എന്നിട്ടാ എന്റെ കുടുംബത്തെ പിരിച്ച് രണ്ടാക്കാൻ നോക്കുന്നേ അല്ലേടോ എന്നും ചോദിച്ച് സുധീഷ് അയാളുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചപ്പോഴേക്കും, പ്ലീസ് ഇവിടുന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നാളെ ആ കുട്ടി വരുമ്പോൾ ഞാൻ അവൾക്ക് വീടില്ല എന്ന് പറഞ്ഞോളാം എന്നയാൾ പറയുമ്പോൾ സുധീഷ് അയാളുടെ കോളറിൽ നിന്നും പിടിവിട്ട്, ശരി, എന്നാൽ അവൾ വരുമ്പോൾ അവക്ക് വീടില്ല എന്ന് മാത്രമേ പറയാവൂ, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന കാര്യമൊന്നും പറയരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അയാൾ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് അവിടുന്ന് പോവാണ്. ഇതൊക്കെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് വീടില്ല എന്നറിഞ്ഞ സങ്കടത്തോടെ നിധി നടന്നു വരുന്നു. നിധിയെ കണ്ട് അമ്പരപ്പോടെ, എന്തുപറ്റി ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ, വണ്ടിയിൽ എന്തെങ്കിലും മറന്നു വെച്ചോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഏയ്, ഒന്നും മറന്നു വെച്ചില്ല എന്ന് നിധിയും പറയാണ്. പിന്നെന്തു പറ്റി, ആ വീട്ടിൽ ആള് കാണില്ല അല്ലേ, പുറത്തെവിടെയെങ്കിലും പോയതാവും, എന്നാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? അല്ല, ഇനി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മറന്നു വെച്ചോ, ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് സുധീഷ് തിരിച്ച് കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും, ഇയാളെന്താ പോവാതിരുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനൊരു ഫോൺ വന്നപ്പോ ഇവിടെ നിന്നതാ, ഇയാളെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന നിധിയെ കണ്ട് സുധീഷ്, എന്തു പറ്റിയതാടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇന്നലെ ഹൗസ് ഓണർ വീട് തരാന്ന് പറഞ്ഞതാ, അഡ്വാൻസും കൊടുത്തതാ, പക്ഷെ ഇപ്പോൾ അയാള് വീടില്ല എന്ന് പറയുന്നു. അതെന്തു പറ്റി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇന്നലെ സംസാരിച്ച ടോൺ വേറെ, ഇന്ന് സംസാരിച്ച ടോൺ വേറെ, നേരെ ഉൾട്ടയാണെന്നേ എന്ന് നിധി പറയുന്നത് കേട്ട്, ഷോ, അതെന്തായാലും കഷ്ടമായി പോയല്ലോ. ഇയാളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു, എന്നാലും അതെന്തു പറ്റി എന്ന് ടെൻഷൻ അഭിനയിച്ചുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ, അത് ശരിയാ, എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ പറയില്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. എനിക്ക് സംശയം ഇയാളെയാ എന്ന് നിധി പറയുമ്പോൾ, അയ്യോ, ഞാനിവിടെ ഒരു സൈഡിൽ ഫോൺ വിളിച്ചോണ്ട് നിൽക്കായിരുന്നില്ലേ, ഞാനിപ്പോ എന്തു ചെയ്തു എന്നാ നിധി പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇതിനിപ്പോ ഞാൻ എന്താ ചെയ്തേ, വീട് നോക്കിയത് ഇയാള്, അഡ്വാൻസ് കൊടുത്തതും ഇയാള്, വീട് നോക്കിയ കാര്യം സുഭാഷ് ഏട്ടനോട് പറയുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് സുധീഷ് പറയുമ്പോൾ, രാവിലെ തൊട്ട് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നതാ, ആകെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം, ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെയായിരുന്നു, എന്തോ ഉടായ്പ് കാണിച്ചിട്ടുണ്ടാവും. സത്യം പറ, ഇയാൾ ഓണറെ കണ്ട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അയ്യോ, ഞാൻ ഈ സ്ഥലം തന്നെ കാണുന്നത് ഇപ്പോഴല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പിന്നെ രാവിലെ തൊട്ട് എന്താ ഇത്ര സന്തോഷം എന്ന് നിധി ചോദിക്കുമ്പോൾ, അതിനിപ്പോ സങ്കടപ്പെടാനും ഒന്നുമില്ലല്ലോ, ഇയാൾ വീട് അന്വേഷിച്ചു, അത് കിട്ടിയപ്പോൾ ഇയാൾ അങ്ങോട്ട് മാറുന്നു, അതിലിപ്പോ സങ്കടപ്പെടാൻ മാത്രം ഒന്നുമില്ലല്ലോ. വീടൊന്നും നോക്കണ്ട, എൻ്റെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞാൽ അതിന് ദേഷ്യപ്പെടും, വീട് കിട്ടിയല്ലോ എന്നാൽ അവിടെ പോയി താമസിച്ചു എന്ന് പറഞ്ഞാൽ അതിനും സംശയം, പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, വാ നടക്ക്, ഞാനും കൂടി വരാം എന്ന് സുധീഷ് പറയുമ്പോൾ, എങ്ങോട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ല, നമുക്ക് ആ ഓണറെ കണ്ടൊന്ന് സംസാരിക്കാം എന്ന് സുധീഷ് പറയുമ്പോൾ, ഏയ്, അതൊന്നും വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. എടോ, നമുക്ക് എന്തായാലും അയാളെ പോയൊന്ന് കാണാം, സംസാരിക്കുമ്പോൾ എനിക്കിതിൽ പങ്കൊന്നുമില്ലെന്ന് നിധിക്കും കൂടി മനസ്സിലാവുമല്ലോ. ഏയ്, അതൊന്നും വേണ്ട, ഇനിയിപ്പോ പോയി സംസാരിച്ചിട്ട് എന്ത് കാര്യം, അയാള് വീട് തരില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് നിധി പറയുമ്പോൾ, എന്നാലും നിധി, എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം, ഈ കൈകളിൽ രക്തമില്ല എന്ന് എനിക്ക് നിധിയെ അറിയിക്കണം എന്ന് സുധീഷ് പറയുമ്പോൾ, രക്തോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സോറി, രക്തമല്ല, കറ, എൻ്റെ ഈ കൈകളിൽ കറയില്ല എന്ന് തെളിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയെയും കൂട്ടി നടക്കുന്നുണ്ട്. നടക്കുന്നതിനിടയിൽ ഓരോ വീട് ചൂണ്ടിക്കാണിച്ച്, ഈ വീടാണോ ഈ വീടാണോ എന്നൊക്കെ നിധിയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടാണ് സുധീഷ് നടക്കുന്നത്. അയാളെ കാണാതെ എൻ്റെ രക്തം തിളക്കുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ, നിങ്ങൾ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. ആദ്യം ഞാൻ അയാളെ ഒന്ന് കാണട്ടെ, എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹൗസ് ഓണർ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കാണുന്നുണ്ട്. ദേ അയാളാ എന്ന് നിധി പറയുമ്പോഴേക്കും, അയാളോ എന്നും പറഞ്ഞ് സുധീഷ് അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ സാർ നിങ്ങൾ ചെയ്തത്, ഇന്നലെ വീട് തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ വീട് തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പിന്നെ അയാളോട് മറുപടി പറയുന്ന കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് അയാളെ വീട് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല, പിന്നെ ഒരു പെൺകുട്ടിക്ക് തനിയെ വീട് കൊടുക്കാൻ പാടില്ല എന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു, അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതെന്തു പണിയാ സാറേ, സാറ് വീട് തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നിധിന്ന് ബാഗൊക്കെ എടുത്ത് വന്നത്, എന്നിട്ടിപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ വീടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, വീട് കൊടുക്കരുതെന്ന് പറഞ്ഞത് ഇവൻ, എന്നിട്ടിപ്പോ മൊത്തം നാടകമാണല്ലോ എന്നയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുധീഷിനെ വല്ലാതൊന്ന് നോക്കുന്നുണ്ട്. ഈ വീടല്ലെങ്കിൽ മറ്റൊരു വീട്, ഇങ്ങനെ വാക്കുമാറ്റി പറയുന്ന ഒരാളുടെ വീട്ടിൽ താമസിക്കാതിരിക്കുന്നതാ നല്ലത്, വാ നിധി, നമുക്ക് പോവാം എന്നും പറഞ്ഞ് നടന്നു നീങ്ങാനൊരുങ്ങിയ സുധീഷിനെ സംശയത്തോടെ നിധി നോക്കുന്നത് കണ്ട്, ഓ, അപ്പൊ എന്നോടുള്ള സംശയം മാറിയില്ല അല്ലേ? അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ടാണോ സാറ് നിധിക്ക് വീട് കൊടുക്കാത്തത് എന്ന് സുധീഷ് ഹൗസ് ഓണറോട് ചോദിക്കുന്നുണ്ട്. സുധീഷിന്റെ കണ്ണുകൊണ്ടുള്ള ഭീഷണി കണ്ട് ഹൗസ് ഓണർ, അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആ വീട് കൊടുക്കില്ല എന്ന് പറഞ്ഞത് എന്ന് ഹൗസ് ഓണറും പറയുന്നുണ്ട്.
അല്ല ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ആരാ നിങ്ങൾ, ആരാ കുട്ടി എന്ന് നിധിയോടും ചോദിക്കുന്നുണ്ട്. കണ്ടോ, അയാൾക്ക് എന്നെ അറിയില്ല, അയാൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് തന്നെ, എന്നിട്ടാ നിധി എന്നെ സംശയിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതാരാ കുട്ടി, ഇതാണോ കുട്ടിയുടെ ഫോറിനിലുള്ള ഭർത്താവ് എന്ന് ഓണർ ചോദിക്കുന്നുണ്ട്. അല്ലല്ല, ഇത് വേറെ ആളാ എന്ന് നിധിയും മറുപടി പറയാണ്. അതെ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം സർ, സ്വന്തമായിട്ട് വീടും കാറൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ എല്ലാ കാലത്തും വേണമെങ്കിൽ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒന്ന് വന്നേ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നിധി അവനെയും കൂട്ടി പോവാണ്. ഞാൻ നായല്ലേ ചോദിച്ചേ, ഇയാളെന്തിനാ വെറുതെ പേടിക്കുന്നേ എന്ന് നിധിയോടായി സുധീഷ് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ, അയാൾ ചോദിക്കുന്നത് കേട്ടില്ലേ, ഞാൻ എന്തൊക്കെ നുണയാ പറഞ്ഞെന്നറിയോ, ഭർത്താവ് പുറത്താണ്, വീട് പാലക്കാടാണ് എന്നൊക്കെയല്ലേ പറഞ്ഞേ. ഓഹോ, അപ്പൊ ഇയാൾക്ക് നുണ പറയാല്ലേ, ഞാൻ പറഞ്ഞാലാ കുഴപ്പം എന്ന് സുധീഷ് പറയുമ്പോൾ ഹലോ, ഞാൻ പറയുന്ന നുണ വേറെ, നിങ്ങൾ പറയുന്നത് വേറെ എന്ന് നിധിയും പറയുന്നുണ്ട്. അതെങ്ങനെയാ വേറെ ഒന്നേ, രണ്ടും നുണ തന്നെയല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ നുണ പറഞ്ഞതാ, ഞാനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ അയാൾ താലിമാല കണ്ട് ഹസ്ബൻഡ് എവിടെയാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാനാണ് വായിൽ വന്നത്, അപ്പോൾ അതങ്ങനെ പറഞ്ഞു എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ ഒരു കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത കള്ളം പറഞ്ഞു അല്ലേ, ഞാനും അത് തന്നെയല്ലേ ചെയ്തത്, എന്നിട്ട് ഞാൻ മാത്രം നുണയാൻ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്ന് പറയണോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിനെ പറ്റി എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് പിന്നെ ഇയാൾ സത്യം പറയാഞ്ഞിട്ടല്ലേ, ഈ താലിച്ചരട് കണ്ട് ഹൗസ് ഓണർ ചോദിക്കുമ്പോഴേ ഇതൊരു ഡമ്മി കല്യാണമാണ്, ശരിക്കുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യങ്ങൾ പറഞ്ഞൂടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ എന്ന് നിധിയും ചോദിക്കാണ്. അല്ല, ഞാനൊരു നുണ പറഞ്ഞപ്പോഴേ എന്തൊക്കെ ബഹളായിരുന്നു, ഇയാൾക്കിപ്പോൾ എത്ര വേണമെങ്കിലും നുണ പറയാല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞാലേ ഇയാൾ ഉത്തരം മുട്ടിപ്പോവും എന്ന് നിധി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഓക്കെ, ഇയാൾ എത്ര വേണമെങ്കിലും നുണ പറഞ്ഞോ, ഞാൻ പറയാതിരുന്നാ പോരെ എന്ന് സുധീഷ് പറഞ്ഞ് ഇനിയിപ്പോൾ എങ്ങോട്ടാ, വീട്ടിലേക്ക് തന്നെയല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് നിധി മറുപടി പറയാണ്. വീട്ടിലേക്ക് വരുന്നില്ലേ, പിന്നെ എങ്ങോട്ടാ, വേറെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് നിധി പറയുമ്പോൾ പിന്നെ എങ്ങോട്ടാ, വേറെ എവിടെയെങ്കിലും വീട് കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതല്ല, വീട്ടിൽ നിന്നും യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ പോകുന്നത് ശരിയല്ലല്ലോ, ഞാൻ എന്തായാലും വീട്ടിലേക്കില്ല എന്ന് നിധി പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലടോ, ഇയാൾ വന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സംശയിച്ച് നിൽക്കുന്ന നിധിയെ നോക്കി ശരി, ഇയാൾ പിന്നെ വേറെന്താ പ്ലാൻ ചെയ്തേക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേറെന്തെങ്കിലും നോക്കാം എന്ന് മറുപടി പറയാണ്. അതാ ചോദിച്ചേ, വേറെന്താ നോക്കുന്നേന്ന് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ടെൻഷനോടെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം.